ഹലോ, ഐ എം സൂസൻ. വെൽക്കം ടു ഹെൽത്തി യമ്മി ബൈറ്റ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരിയാണ്. ഇപ്പോൾ മാംഗോ സീസൺ ആണല്ലോ, നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ചെറിയ സൈസിലുള്ള നാട്ടുമാങ്ങ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കണം. നല്ലതായി കഴുകി വൃത്തിയാക്കിയ ശേഷം സ്കിന്നെല്ലാം മാറ്റി ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക. കുക്ക് ചെയ്തെടുക്കുന്നതിനായി ഒരു കുഴിഞ്ഞ പാത്രത്തിലേക്ക് ഈ മാംഗോ ഇട്ട് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം, ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ഇതിൻ്റെ കൂടെ 2-3 പച്ചമുളക് കീറിയതും ഇട്ട് മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ബോയിൽ ചെയ്യുക. ഇത് ബോയിലായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു 7 മിനിറ്റോളം വേവിക്കണം. മാങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ട് തേങ്ങ, ഒരു 3/4 കപ്പ് തേങ്ങയും ഒരു 1/2 ഒണിയനും 1 ടീസ്പൂൺ ജീരകവും മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ഒരു പച്ചമുളകും കൂടെ ഞാനിവിടെ ചേർക്കുന്നു. എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കുക. നേരത്തെ നമ്മൾ 2 പച്ചമുളക് മാങ്ങ ബോയിൽ ചെയ്തപ്പോൾ ഇട്ടതാണ്. 2-3 വെളുത്തുള്ളി അല്ലിയും കുറച്ച് വെള്ളവും ചേർക്കാം. കറിവേപ്പിലയും കുറച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അല്പം കൂടെ വെള്ളവും ചേർത്ത് ഒന്നുകൂടെ നന്നായി പേസ്റ്റ് ആക്കിയെടുക്കാം. അരപ്പ് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞാൽ മതി. ഇത്രയും തിക്നെസ്സിലും ഇരിക്കട്ടെ, അധികം വെള്ളം ഒഴിക്കണ്ട. നമ്മൾ മാമ്പഴം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ തിളപ്പിക്കാം. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. അരപ്പ് ചേർത്ത ശേഷം തുറന്ന് തന്നെ ചെറിയ തീയിലിരുന്ന് വേകട്ടെ. അരപ്പ് ചേർത്ത ശേഷം ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നല്ലതായി തിളപ്പിക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ച്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ അനുവദിക്കുക. 4 മിനിറ്റ് നേരത്തേക്ക് തണുപ്പിക്കുക. വലിയ ആവിയോടെ തൈര് അതിലൊഴിക്കരുത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് നന്നായി അടിച്ചെടുക്കുക. മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇച്ചിരി പുളിയുള്ള തൈര് തന്നെയാണ് നല്ലത്. തൈര് ഉടച്ചെടുത്തതും കൂടെ മാമ്പഴ മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തൈര് ചേർത്ത ശേഷം ഇത് ബോയിലാക്കണ്ട, അത് തിരിഞ്ഞു പോകും. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നു. കറിക്ക് താളിച്ചൊഴിക്കുന്നതിനായി ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേരള സ്റ്റൈൽ മാംഗോ കറി ആണല്ലോ ഉണ്ടാക്കുന്നത്. ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചുമന്ന മുളകും ഇട്ട് വറുത്തെടുക്കാം. ഒണിയൻ ചെറിയ ബ്രൗൺ നിറമാകുന്നിടം വരെ വറക്കാം. ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും ഇട്ട് വറക്കാം. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ഓർക്കണേ. അതിൻ്റെ കൂടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇവിടെ ഇപ്പോൾ ഓണിയൻ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ച ഉടൻ തന്നെ അത് അടച്ചു വെക്കാം. ഉടൻ തന്നെ മിക്സ് ചെയ്യാൻ നിൽക്കില്ല. വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. ഒരു 3 മിനിറ്റിന് ശേഷം തുറന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കറി, കേരള സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. നിങ്ങൾ എടുക്കുന്ന മാങ്ങ അധികം മധുരമില്ലാത്തതാണെങ്കിൽ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ
ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ രുചികരമായ മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച് ചോറുണ്ണാൻ വളരെ ടേസ്റ്റിയാണ്. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന ഈ മാമ്പഴ പുളിശ്ശേരി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ എഴുതി അറിയിക്കണം. അപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു ടേസ്റ്റി വിഭവമായി ഉടനെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു.